സന്നിച്ചോഷ് ഇവന്റെ കല്യാണ ഫോട്ടോ എടുത്തില്ലെന്ന് വരൂ മോളെ, വലതുകാലം വെച്ച് കയറി. വിവാഹം കഴിഞ്ഞ് ഗൾഫിലേക്ക് പറന്നകലുന്ന ഭർത്താവിന്റെ വരവും നോക്കിയിരിക്കാൻ വിധിക്കപ്പെട്ട ഭാര്യമാരുടെ ലിസ്റ്റിൽ ഇതാ ഒരാൾ കൂടി, ശ്രീമതി നളിനി ബാലകൃഷ്ണൻ. എന്തായാലും ഒരുത്തനെ കൂടെ നീ കുരുക്കിട്ടു. സംഗതി ഫിങ് നടത്തേനെ. എനിക്കൊരു സ്പെഷ്യൽ അവാർഡ് തരണം. ഒരു ബാലകൃഷ്ണനുള്ള അവാർഡ് തന്നേക്കാം. ഷെറീഫെ, അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോ ഈ കുട്ടിയാലിക്ക് അങ്ങോട്ട് പിടിച്ച് കൂട്ടണം. വിമാനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കയറാതെ നമ്മൾ ഈ കാര്യത്തെ പറ്റി ചിന്തിക്കൂലെന്ന്. സമാധാനമായിട്ട് ഇരിക്കേ, നാളെ മറ്റന്നാൾ എത്തും മിസ്സ. ഇനി ഇരുന്നാ പറ്റത്തില്ല, ട്രെയിന് സമയമായി. എന്താണ് നിന്റെ പെണ്ണുപിള്ള? ദാ വരുന്നു. അമ്മയുടെ പയ്യാരം പറിച്ചില്ലേ, ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാനാ. അതുകൊണ്ട് ആലീസിന്റെ പ്രസവം കഴിഞ്ഞ് വിളിച്ചോണ്ട് വരുമ്പം ഞാനും ആലീസിങ് പോരും. ഒരു ഉഗ്രം പാർട്ടി തരണം. നീ ഉണ്ടില്ലേലും അവളെ ഊട്ടുക, നീ ഉടുത്തില്ലേലും അവളെ ഉടുപ്പിക്കുക, ആശയും നിരാശയും ഒരുപോലെ പങ്കുവെച്ച് പ്രളയം വരെ സന്തോഷമായി വാഴുക. ആമേൻ. സന്നിപദേശി വാച പഠിച്ചിരുന്ന വണ്ടി അങ്ങ് പോകും. നല്ലി, ഓൾ ദി ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ ഫിങ് നടത്തണം കേട്ടോ. ഇറങ്ങുന്നു. ശരി, ഓട്ടടാ. പോകുന്ന വൈകി വല്ലതും കഴിക്കണേ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പോട്ടെ ഇപ്പൊ അവരായ വരെ പാടായി, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഞാൻ വരട്ടെ. വന്നതിനിടയ്ക്ക് ഒരു കല്യാണവും കൂടി. പക്ഷേ ഈ ക്യാമറ ഉണ്ടല്ലോ, ഇതിനെ വിശ്വസിക്കാൻ കൊള്ളില്ലമ്മ. ആളുകളുടെ ഇടയിൽ വെച്ച് ചമ്മിക്കും. ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് നള്ളി പോലും കരുതിയില്ല. പടച്ചവും കണക്കാക്കണത് ആ സമയം വരുമ്പോ നടക്കും. എന്നാ മോനെ, നിനക്കൊരു കമ്പി സന്ധ്യ നേരത്ത് വന്നതാ. നീ ആ പാസ്പോർട്ടും ടിക്കറ്റ് എടുത്തത് എന്തിനാണ്? നീ ചെന്ന് എടുത്തോണ്ട് വാ. എന്താ മോനെ? ഉടനെ പുറപ്പെടണം. ഇത്ര പെട്ടെന്നാ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമ്മ, അല്ലെങ്കിൽ ഇങ്ങനെ ടെലഗ്രാം വരില്ല. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഗൾഫുകാരന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് സബ്ര. കരയാതെ. കണ്ണെത്താത്ത ദൂരത്തേക്കല്ലേ ഞാൻ പോകുന്നത്. ഇങ്ങനെ പോയാൽ എനിക്കെന്താണ് ഒരു സമാധാനം? ആവുന്നതും വേഗം നിന്നെ കൂടെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അടുത്തലെയെന്ന് തീർച്ച, നിന്നെയും പിന്നൊരാളെ, നമ്മുടെ കുഞ്ഞ്.
സാബിറ. ഇപ്രാവശ്യമെങ്കിലും കുറച്ചുനാൾ ഷെരീഫൊക്കെ കൂടെ കാണുമെന്ന് കരുതി. അവനും അതൊക്കെ തന്നെയായിരുന്നു ഉദ്ദേശം. നിന്റെ വിസയുടെ കാര്യം വല്ലോ ഷെരീഫ് പറഞ്ഞോ മോനെ? 8 വർഷം ശരിയാക്കാമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞാച്ചാ പോയത്. അമ്മ ഉണ്ണുന്നില്ലേ? മോളുണ്ടോ? എനിക്ക് നല്ല വിശപ്പില്ല. മതി. കുട്ടിയാലിയേ, കുട്ടിയാലിയേ, ഇക്കാക്ക ഇതാ പോവുകയാണെന്ന്. നീ അവരെ കൂടി വിളിച്ചേടി. ഇക്ക ഇക്ക ഓ ഒരു ബൈക്ക് ഇറങ്ങുമ്പോ മടക്കി വിളിക്കും. പിന്നെ എങ്ങനെയാണ് പോണ കാര്യം ശരിയാകുക? ഇക്ക ഇത് ഉമ്മ വിളിക്കണോ? ആ അന്റെ ഒരു ബൈക്കിറക്കം കൊറേ നാളായല്ല എന്ത് ഈ ബൈക്കിറക്കം തുടങ്ങിയിട്ട്. എന്നിട്ട് വല ബൈക്കും ആയാ? എന്റെ ബാപ്പ ഉണ്ടാക്കി വെച്ചു ഈ കാണുന്ന പോയി ബാക്കിയെല്ലാം എല്ലാരും കൂടെ തിന്ന് തീർത്തില്ലേ? അന്റെ പെങ്ങന്മാര് എത്ര നാളാ ഇങ്ങനെ പിടിച്ചു നിർത്തണേ? അതിനെപ്പറ്റി വല്ല വിചാരം അനക്കണ്ട. അതുകൊണ്ട് മോനെ ഒരു 500 ഉറുപ്പ്യ കുടിയിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിന് നീ ബജാറിൽ പോകുമ്പോ കുട്ടികളുടെ കഴുത്തിലേക്കോ കാലിലേക്കോ പറ്റി എന്തെങ്കിലും ഒന്ന് വാങ്ങിട്ട് വാ. ഞാൻ സ്കൂളിലേക്ക് പോണമ്മ. ബാപ്പ ഉണ്ടായിരുന്നപ്പോ ഒന്നും അറിഞ്ഞില്ല. അന്ന് പഠിക്കാൻ പറഞ്ഞ അയച്ചപ്പോ കിടന്നങ്ങ് വിലസി. ആര് പറഞ്ഞിട്ട് കേട്ടില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ ചങ്ക് പൊട്ടിയാണ് ബാല. ആ നീ രക്ഷപ്പെട്ടു. ഒരു തൊഴിലെങ്കിലും പഠിച്ചല്ലോ. കുട്ടികളിലേക്ക് എന്നും ഇതേ പറയാനുള്ളൂ. എന്തിനാ അതും ഇതും ആലോചിച്ച് മനസ്സ് നശിപ്പിക്കുന്നത്? ആശാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാശ് തീരാറായപ്പോ നബീസാക്കും സൈനബാക്കും ഇതും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് കൊണ്ടുപോവാ. പെങ്ങന്മാര് കാത്തിരിക്കും. ഞാൻ പോയിട്ട് വരാം. വൈകിട്ട് കാണാൻ പല. KG ബാലകൃഷ്ണൻ. ഞാൻ തന്നെ. ഒരു കത്തുണ്ട്. ഓക്കെ സർ. എന്താ ബാല വല്ലാണ്ട്? എനിക്കിന്ന് നേരത്തെ പോണം. എന്താ കാര്യം? എന്തോ നല്ല സുഖമില്ല. ശരി പറ്റുള്ളൂ. എന്താ ബാലേട്ട, എന്ത് പറ്റി? അല്ല എന്തോ ഉണ്ട്, എന്നോട് പറയില്ലേ? നിന്നെ ഒന്ന് കളിപ്പിച്ചല്ലോ എന്നെ. ഒരു കളിപ്പിക്കലേ. ആ പിന്നെ മാഡം ഒരു കപ്പ് കാപ്പി. ദാ വരുന്നു.